Hi students, സസ്യങ്ങളിലെ സെൻസേഷൻ സംബന്ധിച്ച പുതിയ അറിവുകൾ കൗതുകരവും അത്ഭുതകരവുമാണ്. സസ്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നു, അവ അതിൻ്റെ ചുറ്റുപാടുമായി ആശയസംവേദനം നടത്തുന്നു. അത്തരമൊരു ആശയവിനിമയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് മെയിൽ ഗാമിറ്റോഫൈറ്റും ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും ഡെവലപ്പ് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു. പോളൻ ഗ്രെയിൻസ് ആൻഡ് എംബ്രിയോ സാക് ഇവ രണ്ടും ഫെർട്ടിലൈസേഷന് വേണ്ടി ഒത്തുചേരുന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് പോളിനേഷൻ. പോളിനേഷനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് പോളിനേഷൻ? ആന്തറിൽ നിന്ന് പിസ്റ്റലിലെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. പോളൻ സോഴ്സിനെ ബേസ് ചെയ്ത് പോളിനേഷൻ നമുക്ക് മൂന്നായി തിരിക്കാം. ഫസ്റ്റ് വൺ ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ. ഒരു ഫ്ലവറിലെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്താൽ അതിനെ ഓട്ടോഗമി എന്ന് പറയും. സാധാരണ വെൽ എക്സ്പോസ് ആകുന്ന ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ്, ആന്തറും സ്റ്റിഗ്മയും ഒക്കെ വെൽ എക്സ്പോസ് ആകുന്ന ഫ്ലവേഴ്സ്, കാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്നാണ് അതിന് പറയുക. അത്തരം ഫ്ലവേഴ്സിൽ ഓട്ടോഗമി നടക്കുക വിരളമാണ്. ഒന്നുകിൽ പോളൻ ഗ്രെയിൻസ് റിലീസിങ്ങും സ്റ്റിഗ്മ റിസെപ്റ്റിബിലിറ്റിയും ഒരേ സമയത്ത് നടക്കണം, അവ രണ്ടും അടുത്തടുത്ത് വരണം. ഈ ഒരു കണ്ടീഷനിലാണ് കാസ്മോഗാമസ് ഫ്ലവേഴ്സിൽ ഓട്ടോഗമി നടക്കുക. എന്നാൽ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്, ഒരിക്കലും ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സ്, അത്തരം ഫ്ലവേഴ്സിൽ സീഡ് സെറ്റിംഗ് ഉറപ്പുവരുത്താൻ ഓട്ടോഗമിയെ ഡിപ്പെൻഡ് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഓക്സാലിസ്, വയോള, കമൻലിന പോലെയുള്ള പ്ലാന്റ്സുകളിൽ രണ്ട് തരം ഫ്ലവേഴ്സും കാണാറുണ്ട്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ ഓട്ടോഗമിയാണ് നടക്കുക. രണ്ടാമത്തെ രീതി ജൈറ്റനോഗമി. ഒരു പ്ലാന്റ്സിലെ ഫ്ലവറിലെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ജൈറ്റനോഗമി എന്ന് പറയാം. ജൈറ്റനോഗമി ജനറ്റിക്കലി ഓട്ടോഗമിയാണ്, എന്നാൽ ഫങ്ഷണലി അത് ക്രോസ് പോളിനേഷൻ ആണ്, സീനോഗമിയാണ്. മൂന്നാമത്തെ രീതിയാണ് സീനോഗമി ഓർ ക്രോസ് പോളിനേഷൻ. ഒരു പ്ലാന്റിലെ ഫ്ലവറിൽ നിന്ന് അതിലെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റ്സിലെ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സീനോഗമി, ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നു. ഇത്തരമൊരു പോളിനേഷന് പലപ്പോഴും എക്സ്റ്റേണൽ ഏജൻസിന്റെ സഹായം വേണ്ടിവരും. ക്രോസ് പോളിനേഷന് എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായം വേണ്ടി വരും. കാരണം മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനും ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക് ഇവ രണ്ടും സഞ്ചരിക്കാൻ കഴിയാത്തവയാണ്. അവയുടെ ട്രാൻസ്ഫറിന് എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ സഹായം അനിവാര്യമായി വേണ്ടി വരും. ഇങ്ങനെയുള്ള ഏജൻറ്റുകൾ രണ്ട് കാറ്റഗറിയായി നമുക്ക് തിരിക്കാം. ഒന്ന് അബയോട്ടിക് ഏജൻറ്റ്സ്. അബയോട്ടിക് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയാണ്. വിൻഡ്, വാട്ടർ എന്നിവ ഉദാഹരണം. മറ്റൊന്ന് ബയോട്ടിക് ഏജൻറ്റ്സ്, ജീവനുള്ളവയ പലതരം ജീവികൾ, ഇൻസെക്റ്റുകൾ, ബേഡ്സ്, ബാറ്റ്സ്, അനിമൽസ് ഒക്കെ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിന് സഹായിക്കുന്നു. സോ ദേ ആർ കാൾഡ് ബയോട്ടിക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡ് പോളിനേഷനെ കുറിച്ചാണ്. വിൻഡ് പോളിനേഷന് അനിമോഫിലി എന്ന് പറയും. എബയോട്ടിക് പോളിനേഷൻ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വിൻഡ് പോളിനേഷനാണ്.
വിൻഡ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സുകളിൽ പോളൻ ഗ്രെയിൻസിന് എണ്ണം വളരെ കൂടുതലായിരിക്കും, ഓവ്യൂൾസിന് എണ്ണം കുറവായിരിക്കും. ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് ധാരാളം പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. അവ നോൺ സ്റ്റിക്കി ആയിരിക്കും, വെർസറ്റൈൽ ആന്തർ ആയിരിക്കും, ആന്തർ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. സ്റ്റിഗ്മ ഫെദറി സ്റ്റിഗ്മയാണ്, സ്റ്റിക്കിയാണ്. സാധാരണ കോൺ പ്ലാന്റ്സുകളിൽ നമ്മൾ കാണുന്ന ടാസൽസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റൈലും സ്റ്റിഗ്മയും ചേർന്നതാണ്. ഗ്രാസുകളിൽ സാധാരണ നടക്കുന്നത് വിൻഡ് പോളിനേഷനാണ്. ഫ്ലവേഴ്സ് അത്ര തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അൺഅട്രാക്റ്റീവാണ്, നെക്ടേഴ്സ് ഉണ്ടാവില്ല. ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ അവ ഒരുമിച്ച് ചേർന്ന് ഇൻഫ്ലോറസൻസ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജലത്തിൻ്റെ സഹായത്തോടുകൂടി നടക്കുന്ന പോളിനേഷനെയാണ് വാട്ടർ പോളിനേഷൻ, ഹൈഡ്രോഫിലി എന്ന് പറയുന്നത്. വാട്ടർ പോളിനേഷൻ വളരെ കുറഞ്ഞ ചെടികളിൽ മാത്രമാണ് നടക്കുന്നത്, 30ഓളം ജനറകളിൽ. നമ്മൾ കഴിഞ്ഞ വർഷം ലോവർ ഗ്രൂപ്പ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് എന്നിവയുടെ മെയിൽ ഗാമീൻസിൻ്റെ ട്രാൻസ്പോർട്ടിന് വാട്ടർ അനിവാര്യമാണെന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ അവയുടെ ഡിസ്ട്രിബ്യൂഷൻ വാട്ടറിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ലിമിറ്റഡ് ആണ്. എല്ലാ വാട്ടർ പ്ലാന്റ്സിലും വാട്ടർ പോളിനേഷൻ അല്ല നടക്കുന്നത്. വാട്ടർ ഹയാസിൻ, വാട്ടർ ലില്ലി പോലെയുള്ള പ്ലാന്റ്സുകളുടെ ഫ്ലവേഴ്സ് വാട്ടർ സർഫേസിന് മുകളിലേക്ക് വരികയും ഇൻസെക്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഏതൊക്കെ പ്ലാന്റ്സിലാണ് വാട്ടർ പോളിനേഷൻ നടക്കുന്നത്? ഉദാഹരണത്തിന് സോസ്റ്റീറ എന്ന മറൈൻ സീ ഗ്രാസ് വാട്ടർ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റാണ്. ഫ്രഷ് വാട്ടറുകളിൽ വാലിസ്നേറിയ, ഹൈഡ്രില്ല എന്നിവ വാട്ടർ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സുകളാണ്. എങ്ങനെയാണ് വാട്ടർ പോളിനേഷൻ നടക്കുന്നത്? അവയുടെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാലിസ്നേറിയ ഉദാഹരണമായി എടുക്കാം. അവയുടെ മെയിൽ ഫ്ലവേഴ്സ് മെച്ചർ ആകുമ്പോൾ വാട്ടർ സർഫേസിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. അവ വാട്ടർ സർഫേസിലൂടെ ഫീമെയിൽ ഫ്ലവേഴ്സിന് അടുത്തെത്തുമ്പോൾ ഫീമെയിൽ ഫ്ലവേഴ്സുകൾ അവയുടെ വളരെ ലോങ് ആയിട്ടുള്ള പെഡിസലാണ്, അത് അൺകോയിൽ ചെയ്ത് മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്ലവേഴ്സ് അത് കോയിൽ ചെയ്ത് വീണ്ടും തിരിച്ചു പോകും. വളരെ രസകരമായ ഒരു രീതിയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുക. സോസ്റ്റീറ പോലെയുള്ള പ്ലാന്റ്സുകളിൽ മെയിൽ പോളൻ ഗ്രെയിൻസ് വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള റിബൺ ലൈക്ക് ആയിട്ടുള്ളതാണ്. അവ വാട്ടർ കറൻസിലൂടെ മൂവ് ചെയ്യുകയും ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ അടുത്തെത്തുകയും പിസ്റ്റിലിൽ അതിൻ്റെ സ്റ്റിഗ്മയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുക. ഈ വാട്ടർ പ്ലാന്റ്സുകളിൽ, വാട്ടർ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സുകളിൽ അവയുടെ പോളൻ ഗ്രെയിൻസ്, മെയിൽ ഫ്ലവേഴ്സ് എന്നിവയൊക്കെ മ്യൂസിലേജിനസ് കവറിങ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അനിമൽസിന്റെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷനെ സൂഫിലി എന്നാണ് നമ്മൾ പറയുന്നത്. വ്യത്യസ്തതരം അനിമൽസ് പോളിനേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രധാനമായും ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, മോത്സ്, വാസ്പ്, ബീറ്റിൽ, ആൻസ്, സൺബേർഡ്സ്, ഹമ്മിങ് ബേർഡ്സ് പോലെയുള്ള പക്ഷികൾ, ലെമൂർ പോലെയുള്ള പ്രൈമേറ്റ്സ്, ലിസാർഡ്സ്, ജെക്കോ ലിസാർഡ്സ് ആൻഡ് ഗാർഡൻ ലിസാർഡ്സ് പോലുള്ള ലിസാർഡുകൾ, ഇങ്ങനെ വിവിധ ജീവികൾ പോളിനേഷന് സഹായിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അനിമൽസിൽ ഏറ്റവും അധികം പോളിനേഷന് പങ്കെടുക്കുന്നത്, സഹായിക്കുന്നത് ഇൻസെക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇൻസെക്ട് പോളിനേഷൻ ഒരു പ്രത്യേക വിഭാഗമായി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻസെക്ട് പോളിനേഷനെ എൻഡമോഫിലി എന്നാണ് പറയുക. എൻഡമോഫിലിയിൽ സാധാരണ ഇൻസെക്ട് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് വലിപ്പമുള്ളവയായിരിക്കും, വളരെ ആകർഷകമായ കളറുള്ളവയായിരിക്കും, അവയിൽ നെക്ടാർ ഉണ്ടാകും. പോളിനേറ്റേഴ്സിന് അനുസരിച്ചുള്ള അഡാപ്റ്റേഷനുകൾ, അനുകൂലനങ്ങൾ നമുക്ക് അവയിൽ കാണാൻ കഴിയും. പലപ്പോഴും ഇൻസെക്റ്റുകൾക്ക് ലാൻഡിങ്
പ്ലേസ് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും. പോളൻ ഗ്രെയിൻസ് വളരെ സ്റ്റിക്കി ആയിരിക്കും. ഇൻസെക്ട് പോളിനേഷൻസിന്റെ ഒരു പ്രത്യേകത, അവ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നെക്ടാർ റിവാർഡായി നൽകുന്നുണ്ടാകും. മിക്കവാറും വരുന്ന ഇൻസെക്റ്റുകൾക്ക് അവരുടെ പോളിനേഷനെ സഹായിക്കുന്നതിൽ ഒരു റിവാർഡ് നൽകാൻ കഴിയും. അവിടെയും നമുക്ക് ചില ഇൻസെക്റ്റുകൾ ഫ്ലവേഴ്സ് സന്ദർശിക്കുന്നുണ്ടാകും, അവർ പോളനും നെക്ടാറും ശേഖരിക്കുന്നുണ്ടാകും, പക്ഷേ പോളിനേഷൻ സഹായിക്കുന്നുണ്ടാവില്ല. അത്തരം ആളുകളെ പോളൻ നെക്ടാർ റോബേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വളരെ രസകരമായ പല പരസ്പര സഹകരണവും ഇത്തരം ചില പ്ലാന്റ്സുകൾ ഇവോൾവ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ പറയാം. അമർഫോഫാലസ് 6 feet ഉയരമുള്ള ഫ്ലവേഴ്സ് ആണ് അമർഫോഫാലസിൽ കാണുന്നത്. ഇവിടെ പോളിനേറ്റേഴ്സിന് നൽകുന്നത് മുട്ടയിടുന്നതിനുള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് നൽകിക്കൊണ്ടാണ് പോളിനേഷൻ പൂർത്തിയാക്കാൻ ഇൻസെക്റ്റും അതുപോലെ പ്ലാന്റ്സും തമ്മിലുള്ള പരസ്പര സഹകരണം ഉണ്ടാകുന്നത്. യൂക്ക പ്ലാന്റിന്റെ അത് ഒരു യൂക്ക മോത്ത് അവയുടെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നതിനുള്ള സഹകരണം ഉണ്ടാകുന്നത് ഓവ്യൂളിലെ ഒരു ലൊക്യൂളിലാണ് അത് മുട്ടയിടുന്നത്. അതേസമയം അത് പോളിനേഷന് സഹായിക്കുകയും അതിന്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ സഹകരിക്കുകയും ചെയ്യുന്നു എന്നത് പ്രത്യേകതയാണ്. ബേർഡ്സ് പോളിനേഷൻ, ഓർണിത്തോഫിലി. ഫ്ലവേഴ്സ് വളരെ ആകർഷകമായ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലാണ് കാണപ്പെടുക. നെക്ടാറിന്റെ അളവ് കൂടുതലായിരിക്കും. അത്തരം ചില ഫ്ലവറുകളിൽ നമുക്ക് ഫ്ലവറിന്റെ കൊറോളയും അതുപോലെ തന്നെ ബേർഡ്സിന്റെ ബീക്കും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കാണാം. അപ്പോൾ ഒരേ കർവ് നമുക്ക് കാണാം. കോ എവല്യൂഷന്റെ എക്സാമ്പിളായി നമുക്ക് ഇത് സൂചിപ്പിക്കാറുണ്ട്. മറ്റൊരു പോളിനേഷൻ ആണ് ബാറ്റ് പോളിനേഷൻ, കൈറോപ്റ്റെറിഫിലി. ബാറ്റ് പോളിനേഷനിൽ ഫ്ലവേഴ്സ് ആകർഷകമായിരിക്കില്ല, നെക്ടാറിന്റെ അളവ് കൂടുതലായിരിക്കും, സ്റ്റേമൻസ് എണ്ണം വളരെ കൂടുതലായിരിക്കും. നമ്മുടെ വാഴയിലും അതുപോലെ തന്നെ അഡാൻസോണിയ പോലെയുള്ള പ്ലാന്റ്സുകളിലുമൊക്കെ ബാറ്റ് പോളിനേഷൻ ആണ്. അവയുടെ ഫ്ലവേഴ്സിൽ സ്റ്റേമൻസിന്റെ നമ്പേഴ്സ് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിച്ചേർന്നു. ഇനി എങ്ങനെയാണ് അവ ഇൻ്ററാക്ട് ചെയ്യുന്നത്? എംബ്രിയോ സാക്കിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഏത് പോളിനേഷനാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സുകൾ പ്രിഫർ ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. SKS ബോട്ടണി ക്ലാസ് റൂം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകും. താങ്ക് യു വെരി മച്ച്.